ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സുനിൽ അലുപുരം. ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ ഏലൂർ മുനിസിപ്പാലിറ്റിയിലാണ്. കലാപൻ മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു പുസ്തകശാല ഇവിടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ വെച്ചേക്കണ വിഗ്ഗാണ്. പിന്നെ കുറച്ചൊന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ രൂപ സാദൃശ്യം വരാൻ വേണ്ടി ഒരു സൈനുള്ള ചന്ദനക്കുറി, കണ്ണട, കയ്യിൽ വള, പിന്നെ അതുപോലെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇട്ടിട്ട് അത് പാടണം. എൻ്റെ വീട് ഇവിടെ ഏലൂർ 13-ാം വാർഡിലാണ്. മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകൾ, ഒട്ടുമിക്ക നാടൻ പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. 15 മിനിറ്റായിട്ടൊക്കെ പാടാറുണ്ട്. എന്താ പറയുക, മണിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മണിച്ചേട്ടൻ്റെ പാട്ട് ദേശീയ ഗാനം ആക്കാൻ വേണ്ടി തമാശ രീതിയിലാണ്. കാരണം വേറെ ഒന്നുമില്ല, ദേശീയ ഗാനം അറിയാത്തവരാരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് ഓടണ്ട ഓടണ്ട ഓടി തളരേണ്ട ഓമനപ്പൂമുഖം പാടിയിടേണ്ട അല്ലേ. ഈ പാട്ട് പാടാത്തവരാരും ഉണ്ടാവില്ല. കുട്ടികൾ തൊട്ട് കാരണന്മാർ വരെ പാടും. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ അതിൽ തന്നെ നാടൻ പാട്ടെന്ന് തന്നെ നാടിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ മണമുള്ള പാട്ടുകളാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റു പാടാൻ പറ്റിയ പാട്ടുകളാണ് നാടൻ പാട്ട്. പിന്നെ ഞാൻ മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പുഴയുടെ അടുത്ത് മണിച്ചേട്ടൻ പാടി പോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാധന കൊണ്ടാണ്, അല്ലാതെ എനിക്ക് കലാമണിച്ചേട്ടനാവാൻ വേണ്ടിയൊന്നല്ല. ഒരിക്കലും പാടിയാലും എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല. ഒരു ആരാധന കൊണ്ട് മാത്രമാണ് നമ്മൾ പാടിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വന്ന ഏലൂർ 13-ാം വാർഡിൽ വന്നു കഴിഞ്ഞാൽ പാടി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണിച്ചു തരും. നല്ല രസമാണ് അവിടെ. നല്ല കാറ്റും വഞ്ചിയൊക്കെ ഉണ്ട്. പുഴയിൽ മീനൊക്കെ പിടിക്കുക, കറി വയ്ക്കുക. ഒരു വല്ലാത്തൊരു വൈബാണ് അവിടെ. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, ആദിദേവി. ചേട്ടൻ്റെ പേര് അനിൽകുമാർ, പൊതുപ്രവർത്തകനാണ്. ചേട്ടൻ്റെ ഭാര്യയുടെ പേര് ചിത്ര. പിന്നെ പെങ്ങളുണ്ട് സുമിത. ഒരു കുട്ടിയുണ്ട് ലക്ഷു. അളിയൻ്റെ പേര് രതീഷ്. ഇരുമനത്താണ് കെട്ടിച്ചാണ്. പിന്നെ ഞാനുണ്ട്. കല്യാണമൊന്നും ആയിട്ടില്ല, വേറെ ഒന്നല്ല. നമ്മൾ ഈ കറുത്തൊക്കെ ഇരിക്കണോണ്ടേ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഓരോ സിനിമാ നടന്മാരെ പോലെ ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ അച്ഛൻ കറുത്താണ്. മണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പറയേണ്ട ഗതികളെന്നല്ല, ഒരു തമാശ രീതിയിൽ പറഞ്ഞാണ്. പെണ്ണുങ്ങൾക്ക് നല്ല ഹൈറ്റ് വേണം, നല്ല നിറം വേണം, കവള് വേണം, അത് ഇതൊക്കെ. എൻ്റെ മുഖം ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ വിദ്യൊക്കെ വെച്ചിട്ട് മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കല്യാണം കഴിച്ചുള്ള ആരെങ്കിലൊക്കെ വരുമായിരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ മണിച്ചേട്ടൻ്റെ ഫിഗർ പോലെ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ഓരോ ജില്ലകളിലൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. അത് എന്താ പറയുക, നമ്മുടെ കുടുംബം കഴിഞ്ഞ് പോയത് ഒരു സമയത്തൊക്കെ, പണിയില്ലാത്ത സമയത്തൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടിയിട്ടാണ്. അതിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് അല്ലേ. നമ്മുടെ കുടുംബം മണിച്ചേട്ടൻ്റെ പാട്ട് പാടി എൻ്റെ അമ്മയും ഈ വീട്ടിലുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത്, അത് എന്താണെന്ന് പറയാൻ നമുക്ക് കിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ലോക്കൽ ന്യൂസ് നമ്മുടെ കളമശ്ശേരിയിലെ ചാനലിലും ഇതിൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.